ലെനയിലേക്ക് ഒരു എത്തിനോട്ടം. 1998 ജയരാജ് ജയറാമിനെ നായകനാക്കി സംവിധാനം ചെയ്ത സ്നേഹം എന്ന സിനിമയിൽ അമ്മു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ലെന എന്ന നടി സിനിമാ ലോകത്തേക്ക് കടന്നുവരുന്നത്. തുടർന്ന് കരുണം, എ സ്ലെൻഡർ സ്മൈൽ, ദേവദൂതൻ, ഇന്ദ്രിയം, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, ഒരു ചെറു പുഞ്ചിരി, ശാന്തം, സമ്മർ പാലസ്, വർണ്ണക്കാഴ്ചകൾ, രണ്ടാം ഭാവം, ഇങ്ങനെ കുറെ നല്ല സിനിമകൾ. തുടർന്ന് സിനിമ നിർത്തി ക്ലിനിക്കൽ സൈക്കോളജിയിൽ PGക്ക് പഠിക്കുവാൻ വേണ്ടി മുംബൈയിലേക്ക് വണ്ടി കയറി. രണ്ടാം ഭാവത്തിൽ അഭിനയിച്ചതിനു ശേഷം മുംബൈക്ക് പഠനത്തിനായി പോയില്ലായിരുന്നുവെങ്കിൽ 2-3 വർഷം നായികയായി മലയാളത്തിൽ തുടരുമായിരുന്നു ലെന. പിന്നീട് കൂട്ട് എന്ന സിനിമയിലൂടെയാണ് ലെന സിനിമാ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ഒരു ഇടവേള കഴിഞ്ഞു വന്നിട്ടും ലെനയ്ക്ക് അവസരങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടേയിരുന്നു. അഭിനയത്തിൽ വീണ്ടും സജീവമായപ്പോൾ വീണ്ടും ചില ഉറച്ച തീരുമാനങ്ങൾ കൂടി ലെന എടുത്തു. ഒരേ തരത്തിലുള്ള റോളുകൾ ചെയ്യില്ല, വ്യത്യസ്തമായ ക്യാരക്ടർ റോളുകൾ വേണം. കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ അതിർവരമ്പുകളില്ലാതെ എത്രമാത്രം അഭിനയിക്കുവാൻ സ്കോപ്പുകൾ ഉണ്ടെന്നാണ് ലെന നോക്കുന്നത്. ഇതാണ് ലെനയെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. സിനിമയ്ക്ക് വേണ്ടി എന്ത് പുതിയ കാര്യം ചെയ്യുവാനും മടിയില്ല. ജീവിതത്തിലാണെങ്കിൽ അതിന്റെ വരും വരായികകളെ കുറിച്ച് ആലോചിച്ചിട്ടേ ചെയ്യൂ. കായികപരമായ കാര്യങ്ങളോട് പണ്ടേ താല്പര്യമുണ്ട്. കുറച്ചുനാൾ ബോക്സിംഗ് പഠിച്ചു. കോളേജിൽ ജൂഡോ ടീമിലും ഉണ്ടായിരുന്നു. ജൂഡോയ്ക്ക് യൂണിവേഴ്സൽ തലത്തിൽ വെള്ളി മെഡൽ നേടിയിട്ടുമുണ്ട് ലെന. സൈക്ലിംഗ് ടീമിലും ഉണ്ടായിരുന്നു ലെന. ശരീരം ഫിറ്റാക്കണം. ശരീരം ഫിറ്റായിരുന്നാൽ മനസ്സും ഫിറ്റായിരിക്കും. സ്പിരിറ്റിലെ സുപ്രിയ IPS ശാരീരികമായ വെല്ലുവിളി ഉയർത്തിയപ്പോൾ എന്നു നിന്റെ മൊയ്തീനിലെ പാത്തുമ്മ മാനസികമായ വെല്ലുവിളിയാണ് ഉയർത്തിയതെന്ന് ലെന പറയുന്നു. ചെറുപ്പത്തിൽ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് അഭിനയിക്കാൻ ഇഷ്ടമായിരുന്നു ലെനയ്ക്ക്. തന്റെ അഭിനയം കണ്ട് പൊറുതിമുട്ടിയ അമ്മ കണ്ണാടിക്കൊരു കർട്ടൻ തയ്ച്ചിട്ടു. ആവശ്യത്തിനല്ലാതെ അത് മാറ്റാൻ അമ്മ സമ്മതിക്കില്ല. അന്നു മുതൽ അഭിനയം കൂടെയുണ്ട്. ലെന മനസ്സു തുറക്കുന്നു. അടുത്ത ചങ്ങാതിമാർ ആരും ഇല്ലാത്ത ആളാണ് ലെന. പരിചയപ്പെടുന്ന എല്ലാവരോടും വളരെ ഫ്രണ്ട്ലിയായി പെരുമാറുന്ന ആളാണ് ലെന. ലെനയും ലെനയുടെ ഫ്രണ്ട് ലൂസിയയും ചേർന്ന് 1 വർഷം മുൻപ് ആകൃതി എന്ന സ്വിമ്മിംഗ് സെന്റർ തുടങ്ങി. ആകൃതിയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് ലെനയും പാർട്ട്ണറും. ലെന ഫിറ്റായിരിക്കുന്നത് ലെനയുടെ സ്വിമ്മിംഗ് സെന്ററിന്റെ ബ്രാൻഡ് അംബാസിഡർ ആകാൻ കൂടി വേണ്ടിയാണ്. ഭക്ഷണത്തോട് ഇഷ്ടമുണ്ടെങ്കിലും പരമാവധി ഹെൽത്ത് ഫുഡ് കഴിക്കാൻ ശ്രമിക്കാറുണ്ട് ലെന. ലെനയുടെ കരിയറിൽ വ്യത്യാസമുണ്ടാക്കിയത് ന്യൂ ജനറേഷൻ സിനിമകളുടെ ഉദയത്തോടെയാണ്. മലയാളികൾ വല്ലാതെ മാറി. മലയാളി സ്ത്രീകളും. മലയാളികളുടെ മാറ്റം സിനിമയിലും കാണാമെന്ന് ലെന പറയുന്നു. രണ്ടാം ഭാവം, കൂട്ട്, വർണ്ണക്കാഴ്ചകൾ, ശാന്തം, ബിഗ് ബി, 2 ഹരിഹർ നഗർ, ഡാഡി കൂൾ, കോക്ടെയിൽ, ഗദ്ദാമ, അതേ മഴ അതേ വെയിൽ, ട്രാഫിക്, ബാച്ചിലർ പാർട്ടി, നോട്ടി പ്രൊഫസർ, സ്പിരിറ്റ്, ഉസ്താദ് ഹോട്ടൽ, 101 ചോദ്യങ്ങൾ, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, കന്യക ടാക്കീസ്, ഇയോബിന്റെ പുസ്തകം, വെള്ളിമൂങ്ങ, വിക്രമാദിത്യൻ, എന്നും എപ്പോഴും, നിർണായകം, നീന, എന്ന് നിന്റെ മൊയ്തീൻ, ഷാജഹാനും പരീക്കുട്ടിയും, ഇങ്ങനെ ഒരു പിടി സിനിമകൾ. ലെന ഈ സിനിമകളിലെല്ലാം തന്നെ മികച്ച അഭിനയം കാഴ്ചവെച്ചു. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, കന്യക ടാക്കീസ് എന്നീ സിനിമകളിലെ അഭിനയത്തിന് 2ാമത്തെ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡിന് ലെന അർഹയായിട്ടുണ്ട്. ട്രാഫിക് എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള ഫിലിം ഫെയർ അവാർഡിന് അർഹയായിട്ടുള്ള ലെന തമിഴ്, ഹിന്ദി സിനിമകളിലും തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. 2004 ലെന 22 ഫീമെയിൽ കോട്ടയം എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ അഭിലാഷ് കുമാറുമായി ലിവിംഗ് ടുഗദർ സ്റ്റൈലിൽ ജീവിതം ആരംഭിച്ചു. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, പിന്നീട് ഇരുവരും വേർപിരിയുകയായി.